everyone, welcome to PSC Mantra. July 5th നടന്നിട്ടുള്ള lecture in Information Technology, Technical Education, Govt Polytechnics, category number 239-2023. PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളവരും ഈ പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ചാനൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സും നോക്കാം. സോ വീഡിയോയിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് 079-2024. മാക്സിമം മാർക്ക് 100 മാർക്സിനായിരുന്നു ഈ എക്സാം. ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 hour 30 minutes ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു CAM ഡിഫർ ഫ്രം അതർ മെമ്മറി കമ്പോണൻറ്റ്സ്? CAM എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറിയാണ് അല്ലേ? കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറിനെയാണ് CAM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു CAM മറ്റ് കമ്പോണൻസിനെ വെച്ച് എന്താണ് ഇതിന് ഡിഫറൻസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെർച്ച് ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പം സ്റ്റോറേജും സെർച്ചും വരും, പക്ഷേ ഇതിൽ നമുക്ക് ആൻസർ കീഴിൽ തന്നേക്കുന്നത് സെർച്ചാണ്. സെർച്ച് വെച്ചിട്ടാണ് അത് ഡിഫറൻസ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പോണൻറ്റ് ഏതാണ്? ഓപ്ഷൻസ് മെയിൻ മെമ്മറി ഉണ്ട്, സ്ക്രേറ്റ് പാഡ് അല്ല സ്ക്രാച്ച് പാഡാണ്. സ്ക്രാച്ച് പാഡ് മെമ്മറി, ക്യാഷ് മെമ്മറി ആൻഡ് വിർച്വൽ മെമ്മറി. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമ്മുടെ ആൻസർ കീഴിൽ ഈ സ്ക്രാച്ച് പാഡ് മെമ്മറി എന്നാണ്, ഇതല്ല ആൻസർ. ക്യാഷ് മെമ്മറിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഇന്നലെ നമ്മൾ യൂസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആക്സസ് ചെയ്തു, ഇന്നും എടുത്തു, നാളെ നമ്മൾ ഇനി അതെടുക്കാം. അപ്പം നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ ക്യാഷ് മെമ്മറി കൊണ്ടുവെക്കും. അപ്പം എന്താണ്, നമ്മൾ ആ അടുത്ത ദിവസം വീണ്ടും അത് ചോദിക്കുമ്പോൾ അത് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉടനെ ആ ഒരു സാധനം എടുത്ത് കിട്ടും. അപ്പോൾ അത് ഏറ്റവും ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ നമുക്ക് ക്യാഷ് മെമ്മറി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പീഡായിട്ട് വീഡിയോ അത് ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സാധനം നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ രജിസ്റ്റർ വിച്ച് ഇസ് കണക്റ്റഡ് ടു എക്സ്റ്റേണൽ ബസ്. എക്സ്റ്റേണൽ ബസ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന രജിസ്റ്റർ ഏതാണ്? PC ആണോ, MAR ആണോ, IR ആണോ, അതോ RN ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് MAR ആണ്. ഇതൊക്കെ ഏത് രജിസ്റ്റേഴ്സ് ആണ്? PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ആണ് അല്ലേ? പ്രോഗ്രാം കൗണ്ടർ ആണ്. MAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. RN എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. അപ്പം MAR നമ്മുടെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ് എക്സ്റ്റേണൽ ബസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വിച്ച് മൈക്രോ പ്രോസസ്സർ ഓൺവേർഡ്സ് ദ പൈപ്പ് ലൈനിങ് കോൺസെപ്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്? അപ്പം ഏത് മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്താണ് പൈപ്പ് ലൈനിങ് കോൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ആയിരിക്കുന്നത്? 8080 ആണോ, 80186 ആണോ, 8085 ആണോ, 8086 ആണോ? നിങ്ങൾ ഓർക്കുക, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 8086 ആണ്. 8085 കഴിഞ്ഞ് വന്നേക്കുന്നതാണ് 8086. അപ്പോൾ 8086ൻ്റെ അകത്താണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ആയത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ 8086 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 8086 മൈക്രോ പ്രോസസ്സറാണ് പൈപ്പ് ലൈനിങ് കോൺസെപ്റ്റ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. If the cache memory, ഇതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. Cache memory is divided into 1024 cache lines. What will be width of the address bit to fetch a word from the cache line if the size of the cache line is 8 bytes in a byte addressable memory organization? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കുറച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ഒരു ക്യാഷ് മെമ്മറീനെ 1024 ക്യാഷ് ലൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുകയാണ്. ഓക്കെ, ഒരു ക്യാഷ് മെമ്മറി ഡിവൈഡ് ഇൻറ്റു 1024 ക്യാഷ് ലൈൻസ്. ഇനി പറയാണ് വാട്ട് വിൽ ബി ദ വിഡ്ത്ത് ഓഫ് അഡ്രസ് ബിറ്റ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വിഡ്ത്ത് ഓഫ് അഡ്രസ് ബിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ടു ഫെച്ച് എ വേർഡ് ഫ്രം ദ ക്യാഷ് ലൈൻ. ക്യാഷ് ലൈനിൽ നിന്ന് ഒരു വേർഡിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി അഡ്രസ് ബിറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇഫ് ദ സൈസ് ഓഫ്, അപ്പോൾ ഓരോ ക്യാഷ് ലൈൻ ഇൻ 8 bytes ഇൻ എ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഓർഗനൈസേഷൻ. അപ്പം ഓരോ ക്യാഷ് ലൈനിൻ്റെയും ലെങ്ത്, ഒരു ക്യാഷ് ലൈനിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 8 bytes ആണ്. അപ്പം ഇത് പറഞ്ഞേക്കാണ് ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഓർഗനൈസേഷൻ ഫോർമാറ്റിലാണ് വരുന്നത്. സോ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം.
ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ നോട്ടായിട്ട് എഴുതി വെക്കുകയോ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഡിറ്റർമൈൻ വിഡ്ത്ത് ഓഫ് അഡ്രസ് ബിറ്റ് നീഡഡ് ടു ഫെച്ച് എ വേർഡ് ഫ്രം ക്യാഷ് ലൈൻ. ക്യാഷ് ലൈനിൽ നിന്ന് ഒരു വേർഡിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്രസ് ബിറ്റിൻ്റെ വിഡ്ത്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് എഴുതണം. നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് എത്രയുണ്ടെന്നാണ് തന്നിരിക്കുന്നത്? 1024 അല്ലേ? 1024 ക്യാഷ് ലൈൻസ് ആണ്. സൈസ് ഓഫ് ഈച്ച് ക്യാഷ് ലൈൻ, ഓരോ ക്യാഷ് ലൈൻ്റെയും സൈസ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 8 bytes ആണെന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഇനി മെമ്മറി ഓർഗനൈസേഷൻ എന്താണ്? ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഓർഗനൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്. സോ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ ടോട്ടൽ ക്യാഷ് സൈസ്. അപ്പോൾ ടോട്ടൽ ക്യാഷ് സൈസ് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ദ ടോട്ടൽ ക്യാഷ് സൈസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ബൈ ദ സൈസ് ഓഫ് ഈച്ച് ക്യാഷ് ലൈൻ. അപ്പോൾ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസിനെ ഓരോ ക്യാഷ് ലൈൻ്റെ സൈസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ക്യാഷ് സൈസ് കിട്ടും. സോ ടോട്ടൽ ക്യാഷ് സൈസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ഇൻറ്റു സൈസ് ഓഫ് ഈച്ച് ക്യാഷ് ലൈൻ. നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് എത്രയാണ്? 1024. ഈച്ച് ക്യാഷ് ലൈൻ്റെ ഇതെന്താണ്? അല്ലെ സൈസ് എത്രയാണ്? 8 bytes ആണ്. സോ 1024 ഇൻറ്റു 8 bytes. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? ടോട്ടൽ ക്യാഷ് ലൈൻ സൈസ് എന്ന് പറഞ്ഞാൽ 8192 bytes ആണ് കിട്ടുന്നത്. ഇനി സ്റ്റെപ്പ് 2 നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് നീഡഡ് ഫോർ ദ ക്യാഷ്. അപ്പോൾ ഈ ക്യാഷിന് വേണ്ട അഡ്രസ് ബിറ്റ്സ്, അതായത് നമ്മുടെ ആൻസർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ടു അഡ്രസ് ഈച്ച് ബൈറ്റിൻ്റെ ടോട്ടൽ ക്യാഷ് സൈസ് വി നീഡ് ടു ഡിറ്റർമൈൻ ഹൗ മെനി ബിറ്റ്സ് ആർ റിക്വയർഡ് ടു അഡ്രസ് 8192. അപ്പം അഡ്രസ് ബൈറ്റിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ടു അഡ്രസ് ഈച്ച് ബൈറ്റിൻ്റെ ടോട്ടൽ ക്യാഷ് സൈസിൻ്റെ അകത്തുള്ള ഓരോ ബൈറ്റിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വി നീഡ് ടു ഡിറ്റർമൈൻ ഹൗ മെനി ബിറ്റ്സ് ആർ റിക്വയർഡ്. അപ്പോൾ ഈ 8192 bytes, അത്രയും ബൈറ്റ്സിന് എത്ര ബിറ്റ്സ് വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് ഈസ് ഈക്വൽ ടു ലോഗ് 2. ലോഗ് ഈ 2 താഴെയാണ് വരുന്നത്. ഓക്കെ, ലോഗ് 2 ഇവിടെ താഴത്തെ ഇതാണ് വരുന്നത്, ലൈക്ക് ദിസ്. ലോഗ് 2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ക്യാഷ് സൈസ് ഇൻ ബൈറ്റ്സ്. അപ്പോൾ ലോഗ് 2 ടോട്ടൽ ക്യാഷ് സൈസ് ഇൻ ബൈറ്റ്സ് അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ലോഗ് 2 8192. അപ്പോൾ ഇതിൻ്റെ ലോഗരിതമിക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 13. സോ നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 13 bits ആണ് വരുന്നത്. Therefore the width of address bits needed to fetch a word from the cache line എത്രയാണ്? 13 bits. അപ്പോൾ ടോട്ടൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടോട്ടൽ ക്യാഷ് സൈസ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ ലോഗ് 2 എടുത്തു. സോ നമുക്ക് ആൻസർ 13 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ എഴുതി വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 13 bits ഓപ്ഷൻ ബി ആണ് ആൻസർ. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഡാറ്റ എൻ്റർ ടു ഡീകോഡർ സർക്യൂട്ട് ഫ്രം വിച്ച് രജിസ്റ്റർ. ഡീകോഡർ സർക്യൂട്ടിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് ഏത് രജിസ്റ്റർ വഴിയാണ്? ഫ്രം ഏത് രജിസ്റ്ററിൽ നിന്നാണ് ഡീകോഡർ സർക്യൂട്ടിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്? സോ ഇതിൻ്റെ ആൻസർ ആണ് ബി, അതായത് IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വഴിയാണ് ഡീകോഡർ സർക്യൂട്ടിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. Question number 7. The register which hold the address of control memory in microprogrammed control. മൈക്രോപ്രോഗ്രാംഡ് കൺട്രോളിൽ കൺട്രോൾ മെമ്മറിയുടെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഓപ്ഷൻ ബി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, ഓപ്ഷൻ സി മൈക്രോ പ്രോഗ്രാം സീക്വൻസർ, ഓപ്ഷൻ ഡി പ്രോഗ്രാം കൗണ്ടർ. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ആണ്. കൺട്രോൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് CAR, അതായത് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ അഡ്രസ് ബസ് ഇൻ 8086 പ്രോസസ്സർ? 8086 പ്രോസസ്സറിൻ്റെ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 16 bit, ഓപ്ഷൻ ബി 8 bit, ഓപ്ഷൻ സി 20 bit, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 20 bit ആണ്. 8086 പ്രോസസ്സറിൻ്റെ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് 20 bit ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 8192 ഇൻ K യൂണിറ്റ്സ്. K യൂണിറ്റ്സ്, അതായത് കിലോ ബൈറ്റ് യൂണിറ്റിൻ്റെ അകത്ത് 8192 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 1 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1024 bytes ആണ്. അപ്പോൾ 8192 ബൈറ്റ്സിനെ കിലോ ബൈറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8192 ഡിവൈഡഡ് ബൈ 1024, അപ്പോൾ ഈസിക്കൽ ടു 8 ആയിരിക്കും. സോ 8192 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 8 കിലോ ബൈറ്റ്സ് ആയിരിക്കും ആൻസർ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈനറി ഇക്വലൻറ്റ് ഓഫ് ദ ഒക്ടൽ നമ്പർ 13.54. അപ്പോൾ 1354 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി ഇക്വലൻറ്റ് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 1011.1011.
Next question. Next address generator is present in which control memory organization? ഏത് control memory organizationൻ്റെ അകത്താണ് next address generator ഉള്ളത്? ഇതിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ യൂണിഡയറക്ഷണൽ ബസ്? അപ്പോൾ താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ് യൂണിഡയറക്ഷണൽ ബസ്? ഓപ്ഷൻ എ അഡ്രസ് ബസ്, ഓപ്ഷൻ ബി ഡാറ്റ ബസ്, ഓപ്ഷൻ സി കൺട്രോൾ ബസ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. അപ്പോൾ അഡ്രസ് ബസ് ഒരു യൂണിഡയറക്ഷണൽ ബസ്സാണ്, കൺട്രോൾ ബസ്സും യൂണിഡയറക്ഷണലാണ്, ഡാറ്റ ബസ് ബൈ ഡയറക്ഷണലാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് സി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ വേർഡ് ബ്യൂട്ടിഫുൾ is stored in a memory location with a starting of 1500 in Little Endian notation. If the processor is 16-bit and it wants to fetch a word from the memory 1502, what is the word? അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്, അത് സ്റ്റോർ ചെയ്തേക്കുന്നത് മെമ്മറി ലൊക്കേഷൻ വിത്ത് സ്റ്റാർട്ടിങ് ഓഫ് 1500 ലിറ്റിൽ എൻഡിയൻ നൊട്ടേഷൻ ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രോസസ്സർ 16-bit ആണെങ്കിൽ ഇറ്റ് വോണ്ട്സ് ടു ഫെച്ച് എ വേർഡ് ഫ്രം മെമ്മറി 1502. 1502 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു വേർഡിനെ ഫെച്ച് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും ആ വേർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി AU ആണ്. ഇനി 14th ക്വസ്റ്റ്യൻ. 8086 ഈസ് എ സിസ്ക് പ്രോസസ്സർ. 8086 സിസ്ക് പ്രോസസ്സർ ആണോ അല്ലയോ? ആൻസർ ഇസ് ഓപ്ഷൻ എ യെസ്. അപ്പോൾ 8086 എന്ന് പറയുന്നത് ഒരു സിസ്ക് പ്രോസസ്സർ ആണ്. ക്വസ്റ്റ്യൻ 15. രജിസ്റ്റർ വിച്ച് ഹോൾഡ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇൻഫർമേഷൻ ഓഫ് എ സെഗ്മെൻറ്റ് ഇൻ സെഗ്മെൻറ്റ് മെമ്മറി ഓർഗനൈസേഷൻ. സെഗ്മെൻറ്റ് മെമ്മറി ഓർഗനൈസേഷനിൽ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ഏതാണ്? ഓപ്ഷൻ എ ഇൻഡെക്സ് രജിസ്റ്റർ, ഓപ്ഷൻ ബി ഓഫ്സെറ്റ് രജിസ്റ്റർ, ഓപ്ഷൻ സി സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഓപ്ഷൻ ഡി പോയിൻ്റർ രജിസ്റ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സെഗ്മെൻറ്റ് രജിസ്റ്റർ ആണ്. സെഗ്മെൻറ്റ് രജിസ്റ്റർ ആണ് സെഗ്മെൻറ്റഡ് മെമ്മറി ഓർഗനൈസേഷൻ്റെ അകത്ത് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇൻഫർമേഷനെ ഹോൾഡ് ചെയ്യുന്നത്. Question number 16. Which of the following is also known as a half adder? Exclusive OR, exclusive AND, NAND circuit, inclusive OR. Option A exclusive OR ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 17. From which processor onwards the segmented memory concept implemented? Segmented memory concept implement ചെയ്തേക്കുന്നത് ഏത് പ്രോസസ്സർ തൊട്ടാണ്? 8088, 8085, 80286, 8086. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 8086 ആണ്. Question number 18. Time taken for the execution of M instruction with n stages in a pipelined system is? Correct answer option C n plus m minus 1. 19. RISC stands for Reuse Instruction Set Computing, Reduced Instruction Set Computing, Reusable Instruction Set Computing, Reduced Instruction Set Computer. RISC stands for option D Reduced Instruction Set Computer. Question number 20. Which pointer can produce carbon copy of printed data? Printed data carbon copy produce ചെയ്യുന്ന പോയിന്റർ ഏതാണ്? ഓപ്ഷൻ എ തെർമൽ പ്രിന്റർ, ഓപ്ഷൻ ബി ഡോട്ട് മെട്രിക്സ്, ഓപ്ഷൻ സി ലേസർ പ്രിന്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ലേസർ പ്രിന്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.